ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നോട്ടീസൊക്കെ നമ്മുടെ അനുവിന് വന്നിരിക്കുകയാണ്. അനു ആകെ ഭയന്ന് നിൽക്കുന്ന കാണുമ്പോൾ മീനാക്ഷി ചോദിക്കും, മോളെ നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുക. അപ്പം അനു പറയും, അത് പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ കോടതിയിലൊക്കെ പോകാൻ പോകുന്നത്, അതിൻ്റെതായ ഒരു ഭയമുണ്ട് മീനു ചേച്ചി എന്ന് പറയാം. മോളെ നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. മനുഷ്യർ നീതി നഷ്ടപ്പെടുമ്പം അത് ലഭിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് കോടതി. അവിടെ ഉള്ളതും നമ്മളെ പോലുള്ള മനുഷ്യർ തന്നെയാ. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന മനുഷ്യർ, അതാ അവിടെ ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ? സത്യത്തിൽ കോടതിയിൽ പോകേണ്ടി വരുന്ന പേടി കൊണ്ടാ പല ആളുകളും കേസുകളൊന്നും കൊടുക്കാതെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നീ അങ്ങനല്ല. നീ പ്രതികരിക്കാൻ തയ്യാറായി, അത് തന്നെ വലിയ കാര്യമാണ്. ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. നിന്നെ കുടുംബം നിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് മോളെ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഗോമതി ആകെ ഭയന്ന് നിൽക്കുക. എത്രയും വേഗം ബാലേട്ടനെ വിളിച്ച് കാര്യം പറയണം എന്ന് പറഞ്ഞ ഗോമതി മീനുവിൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ മേടിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഗോമതിയുടെ വെപ്രാളോ ഭയമൊക്കെ കാണുമ്പം അനുസരിക്കും നല്ല ഭയമുണ്ട്. താൻ എങ്ങനെ ഇതൊക്കെ അഭിമുഖീകരിക്കും എന്നുള്ളൊരു ഭയവേ. അതേസമയം കൃഷ്ണമംഗലത്ത് അച്യുതനാകെ നിരാശയോടുകൂടി ഇരിക്കുക. അപ്പം ആ രാജശ്രീ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അച്യുതൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അച്യുവേട്ട, നാളെ നമ്മുടെ മോനെ പുറത്തിറക്കാൻ സാധിക്കില്ലേ? അവനുമായിട്ട് നാളെ ഈ വീട്ടിലേക്ക് വരാവുള്ളൂ എന്ന് പറയാം. അത് അത്രേ ഉള്ളൂ രാജശ്രീ. നമ്മുടെ മകനെയും കൊണ്ട് നാളെ ഞാൻ ഈ വീടിൻ്റെ പടി കയറുള്ളൂ. രാമവർമ്മ വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഒരു 5 ചോദ്യം. അത് ചോദിക്കുമ്പോൾ തന്നെ അനുശ്രീ പതറൂന്ന്. അത് തന്നെയാ എൻ്റെ ധൈര്യം എന്ന് പറയാം. ഒരു അനുശ്രീ, നാളെ അനുശ്രീയുടെ മൊഴി എന്താകും? അതാ എൻ്റെ പേടി എന്ന് രാജശ്രീ അപ്പം പറയണ. അതിപ്പം ബാലൻ അവക്ക് നല്ല രീതിയിൽ ധൈര്യം കൊടുക്കുന്നുണ്ടാകും. അവന് നമ്മൾ തോറ്റു കാണണമെന്നുള്ള ഒറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ. നമ്മളെ തോപ്പിക്കാൻ വേണ്ടി അവൻ ഏതറ്റം വരെ പോവുകയും ചെയ്യും. അവളുടെ ധൈര്യം അവൻ തന്നെയാ. അവരുടെ വക്കീലും അത്ര മോശം ആളൊന്നും അല്ല. എന്തായാലും അനുശ്രീ ആശ്രയിച്ച എല്ലാം ഇരിക്കുന്നത്. അനുശ്രീ നാളെ എന്തു പറയുന്നോ അത് ആശ്രയിച്ചായിരിക്കും വിധി ഇരിക്കുക എന്ന് അച്യുതൻ പറയാ. അത് കേൾക്കുന്ന രാജശ്രീ അവിടെ നിന്ന് കരയാണ്. നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ രാജശ്രീ കാര്യം എന്ന് ചോദിക്കുക. നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, താൻ സമാധാനപ്പെട എന്ന് പറഞ്ഞ് അച്യുതനെ ആശ്വസിപ്പിക്കുക. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വക്കീല് നല്ല സ്ട്രോങ്ങാ, നല്ല കഴിവുള്ള ആളാ. എന്തായാലും നമ്മൾ ഈ കേസ് ജയിക്കും. താൻ ഇങ്ങനെ കരയല്ലടോ എന്ന് അച്യുതൻ വീണ്ടും രാജശ്രീയോട് പറയാ. അപ്പൊ രാജശ്രീ വീണ്ടും വീണ്ടും അവിടെ നിന്ന് കരയാ. എന്നിട്ട് അച്യുതന്റെ അടുത്തേക്ക് ചെല്ലുക. ദേ അച്യുവേട്ട, നമ്മുടെ മോൻ തിരിച്ചു വന്നാലേ ഉടനെ അവന്റെ കല്യാണം നടത്തണം. അനന്തേട്ടൻ അന്ന് കൊണ്ടുവന്ന വിവാഹാലോചനയില്ലേ, ആ അമേരിക്കക്കാരന്റെ മകള്, ആ കുട്ടിയായിട്ടുള്ള കല്യാണം തന്നെ നടത്താം. ഞാനും അതിനെ തന്നെ ആലോചിക്കുന്നത്. പെട്ടെന്ന് കുടുംബമായ അവൻ്റെ വിഷമങ്ങളെല്ലാം മാറി അവൻ അതിലൊന്ന് എൻഗേജ്ഡ് ആകും. എത്രയും വേഗം നമുക്ക് അവൻ്റെ കല്യാണം നടത്താം. എൻ്റെ ഈശ്വര, തടസ്സങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ മോൻ നാളെ ഇങ്ങ് തിരിച്ചെത്തണേ എന്ന് രാജശ്രീ അപ്പം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗോമതി വീണ്ടും വീണ്ടും കോടതിയിൽ നിന്ന് വന്ന പേപ്പർ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കാം. ബാലേട്ട, അനുക്കുട്ടി നാളെ കോടതിയിൽ ഹാജരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ബാലനോട് പറയാം. അതിനെന്താ, അവള് ഹാജരാകണം. എനിക്ക് പേടിയാകുന്നു ബാലേട്ട. അത് കേൾക്കുന്ന മീനു പറയും, അമ്മേ കോടതിയുടെ രീതി ഇങ്ങനെയാ. നമ്മളിതൊരു കേസ് കൊടുത്താൽ അത് കോടതി ഫയൽ സ്വീകരിച്ച് കഴിയുമ്പം ഹാജരാകാൻ വേണ്ടി കോടതിയിൽ നിന്ന് ലെറ്റർ അയക്കും. ഇതൊക്കെ സാധാരണയമ്മേ. എൻ്റെ ഏട്ടന്മാർ വലിയ വക്കീലന്മാരെയൊക്കെ കൊണ്ടുവരും എന്ന് ആരും പറയും. എൻ്റെ അമ്മയെ അവരാരെ വേണേലും കൊണ്ടുവരട്ടെ, എല്ലാവരും പഠിച്ചിരിക്കുന്നത് നിയമം തന്നെയല്ലേ, നമ്മുടെ വക്കീലും അത്ര മോശമൊന്നും അല്ല എന്ന് ആനന്ദും പറയാം. ഗോമതി, നീ ഒന്ന് സമാധാനപ്പെട്, എൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ പോയി എന്ന് ഗോമതി അപ്പോൾ പറയാം. ബാലേട്ട, നമുക്ക് ഈ കേസ് അങ്ങ് പിൻവലിച്ചാലോ എന്ന് ഗോമതി ചോദിക്കുക. ഈ അമ്മ ഇതെന്താ ഈ പറയുന്നേ എന്ന് ആര്യനും ആനന്ദും പരസ്പരം നോക്കി പറയാം. അപ്പൊ ബാലൻ പറയും, താൻ എന്ത് വിവരക്കേടായി പറയുന്നത്, കേസ് പിൻവലിക്കാനോ എന്ന് ചോദിക്കുക. കോടതിയും പോലീസും എന്നൊക്കെ കേൾക്കുമ്പം തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കും. അങ്ങനെയുള്ളപ്പോഴാണ് എൻ്റെ മോള് കോടതിയിൽ കയറി ഇറങ്ങുന്നത്. പെട്ടെന്ന് ബാലൻ പറയും, മീനാക്ഷി ഇവളെ വിളിച്ചുകൊണ്ട് അകത്തും കാണും പോ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗോമതി പറയും, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പെട്ടെന്ന് മിത്ര പറയും, അപ്പച്ചി അനുമോൾ നാളെ കോടതിയിൽ ഹാജരാകണം. അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുക. അനുവിന് യാതൊരു ഭയവുമില്ല, ഭയം മുഴുവനും ഇയാൾക്കാ എന്ന് ബാലൻ അപ്പം ഗോമതിയെ ചൂണ്ടി പറയാണ് കേട്ടോ. അനുവും ഭയന്ന് തന്നെ നിൽക്കുന്നത്. പെട്ടെന്ന് ബാലൻ ചോദിക്കും, മോളെ നിനക്ക് ഭയമുണ്ടോ? ഇല്ല അച്ഛാ എന്ന് പറയാ.
കോടതിയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വക്കീലിനോട് ചോദിച്ച് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഗോമതി ചോദിക്കും, എന്നിട്ട് വക്കീൽ എന്താ ബാലേട്ട പറഞ്ഞത്? ഓഹ് എൻ്റെ പൊന്നു ഗോമതി, ഒന്ന് സമാധാനപ്പെട്, എനിക്കിതൊക്കെ അറിയണ്ടേ എന്ന്. അപ്പൊ വീണ്ടും ഗോമതി പറയണ. ആനന്ദ് പറയും, അമ്മ കുറച്ചു നേരം ഒന്ന് നാവടക്കി വെക്കാവോ എന്ന് ചോദിക്കോ. ഓ, നിങ്ങളൊക്കെ വലിയ പഠിപ്പുകാര്, എനിക്ക് പഠിപ്പും വിദ്യാഭ്യാസവും പത്രാസും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ബാലൻ പറയും, സമാധാനപ്പെട് മോളെ, നാളെ നമ്മൾ പോലീസിൽ കൊടുത്ത മൊഴി കോടതിയിൽ വായിക്കും എന്ന് പറയാം. പെട്ടെന്ന് മീനു പറയും, അനു മൊഴി വായിക്കുമ്പോൾ നീ ശ്രദ്ധിച്ചത് കേൾക്കണം, മനസ്സിലായോ? അപ്പം ആര്യം പറയും, മൊഴിയിൽ എന്തെങ്കിലും അനാവശ്യ കൂട്ടിച്ചേർക്കൽ ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അപ്പം തന്നെ എതിർക്കണം. അയ്യോ, ഇവളെന്തിനാ ജഡ്ജിയൊക്കെ കയറി എതിർക്കുന്നേ എന്നപ്പം തന്നെ ഗോമതി ചോദിക്കുക. ജഡ്ജിയൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അവരൊക്കെ വലിയ പഠിപ്പുള്ളവരല്ലേ, അങ്ങനല്ലേ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാനല്ലേ നമ്മുടെ വക്കീലുള്ളത് എന്ന് ചോദിക്കുക. അല്ല, വക്കീൽ ഇതൊക്കെ ചോദിക്കില്ലേ എന്ന് വീണ്ടും പറയാം. സാധാരണ കോടതിയിൽ എന്തേലും പറയാനായിട്ട് വക്കീൽ ഇങ്ങനെ എന്തേലും പറയുമല്ലോ, ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം മീനു പറയും, ഒബ്ജക്ഷൻ ആണോ അമ്മ ഉദ്ദേശിച്ചത്? അത് തന്നെ ആ ഒബ്ജക്ഷൻ വക്കീൽ പറഞ്ഞോളും. ഈ ജഡ്ജി എന്നൊക്കെ പറഞ്ഞാലേ വലിയ ആൾക്കാരാ, അവരൊക്കെ എതിർത്ത് സംസാരിച്ചാൽ അവർക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അനുക്കുട്ടി. ചിലപ്പോഴേ നമ്മളെയൊക്കെ അങ്ങ് ശിക്ഷിച്ച് കളയും. അയ്യോ മോൾ ഒന്നും പറയാൻ പോകണ്ട കേട്ടോ, അതൊക്കെ ആ വക്കീൽ പറഞ്ഞോളും. അയാൾക്ക് നമ്മൾ കാശ് കൊടുക്കുന്നതല്ലേ എന്ന് ഗോമതി പറയാ. എൻ്റെ അനുക്കുട്ടി അവിടെ മിണ്ടാതെ നിന്നാ മതി, അമ്മയ്ക്ക് പേടിയാ. അപ്പം ആര്യം പറയും, അമ്മ ഇങ്ങനെ വെകിളിയാകല്ലേ, അമ്മ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ബാലൻ പറയും, മോളെ കൃത്യമായിട്ട് വായിക്കുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയാൽ നീ അപ്പം തന്നെ അവിടെ വെച്ച് പറയണം. പിന്നെ മൊഴി മുഴുവൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ജഡ്ജി ചോദിക്കും, ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. അപ്പം മോൾ എന്തു പറയും? മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെ ഞാൻ പറയുവച്ചാ എന്ന് അനു പറയും. അങ്ങനെ തന്നെ പറയണം, ധൈര്യമായിട്ട് തന്നെ മോൾ അതിനെയൊക്കെ നേരിടണം, മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഒരു കാരണവശാലും പേടി ഉണ്ടാക്കാൻ പാടില്ല, അച്ഛൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, അമ്മയും ഉണ്ടല്ലോ എന്നപ്പോൾ ഗോമതി പറയും. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്, നിനക്ക് ധൈര്യം തരാൻ അമ്മയും ഉണ്ടാകും. ഇയാളോ എന്നപ്പം ബാലൻ ചോദിക്കുക. അല്ല ബാലേട്ടാ, നാളെ ഞാനും വരുന്നുണ്ട് കോടതിയിൽ. വേണ്ട നീ വരുമെന്ന് വേണ്ടെന്നോ? അതെ വേണ്ടാന്ന്. നാളെ കോടതിയിലേക്ക് ഞാനും അനു മാത്രം പോയാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ബാലേട്ട ഞാനും കൂടി വരാം. എന്തിനാ എന്നപ്പം ബാലനപ്പം ചോദിക്കും. പെട്ടെന്ന് മിത്ര പറയും, അപ്പച്ചി അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഞാനും പോകും, എനിക്കും കാണണം. അതേ ശരിയാകൂ, താൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് ബാലൻ തീർത്ത് പറയാണ് കേട്ടോ. മോളെ, അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരും, അപ്പോഴേക്കും മോള് റെഡിയായി നിൽക്കണം, മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. ശരി അച്ഛ എന്ന് അനുശ്രീ ധൈര്യത്തോടു കൂടി ബാലനോട് പറയണേ. അപ്പോൾ ബാലൻ അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല മോളെ, ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഒരു പരീക്ഷണകാലം ഉണ്ടാകും. എൻ്റെ മോളുടെ പരീക്ഷണകാലമാണ് ഇത്. നമ്മുടെ ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും ഒക്കെ പരീക്ഷിക്കുന്നൊരു കാലഘട്ടം. അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് എൻ്റെ മോള് ഇപ്പം കടന്നു പോകുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഇത് നമ്മൾ തരണം ചെയ്യും. മനസ്സിലായോ അച്ഛൻ പറയുന്നത് എന്ന് ചോദിക്കാം. അപ്പം മനസ്സിലായി എന്നും പറഞ്ഞ് ബാലനെ ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ മകളെയും തൻ്റെ മാറോട് അണിച്ച് നിർത്തുകയാണ് ബാലൻ. അപ്പം ഇത് കണ്ട ആനന്ദും ആര്യനും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അച്ഛനെയും അനുവിനെയും നോക്കുകയാണ് കേട്ടോ. ഗോമതിക്കാണ് ഇപ്പോഴും നല്ല ടെൻഷനുണ്ട്, ഇതൊക്കെ എന്തായി തീരും എന്നുള്ള ഭയമാണ്. ഇതേ സമയം കൃഷ്ണമംഗലത്ത് നന്ദിതയും അനന്തനും കൂടിയും ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നാളെ കോടതിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അലോകിനെ ശിക്ഷിച്ചാൽ എന്താകും എന്ന് ആനന്ദനപ്പ ചോദിക്കുക. പെട്ടെന്ന് നന്ദിത പറയും, അവനെ ശിക്ഷിക്കണം, ആ പാവം പിടിച്ച പെങ്കുച്ചിനോട് ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാ, ദുഷ്ടൻ എന്ന് നന്ദിത പറയാ. ഹോ, അവൻ കാരണമാ നമ്മുടെ വീട്ടിൽ ഒരു സമാധാനവും ഇല്ലാത്തത് എന്ന് പറയാം. വല്ല ജീവപര്യന്തം കൊടുത്ത് സ്ഥിരമായിട്ട് ജയിലിൽ കിടന്നിരുന്നെങ്കിൽ കുടുംബത്തിലെ നാട്ടുകാർക്കും സ്വസ്ഥതയെങ്കിലും കിട്ടിയേനെ എന്ന് പറയാം. നീ പറയുന്നത് പോലെ ഒന്നും നിസ്സാരമല്ല നന്ദിതേ. അലോകിനെ ശിക്ഷിച്ചാൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കില്ല. അച്യുതൻ പ്രതികാരത്തിനായിട്ട് ഇറങ്ങും, അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. പക തീർക്കാൻ അവൻ ഏതറ്റം വരെയും പോകും. അവനെ എനിക്കറിയാവുന്നത് പോലെ നിനക്കറിയില്ലല്ലോ എന്ന് ചോദിക്കാം. അലോകിൻ്റെയും അവൻ്റെയും ദേഷ്യം മുഴുവനും ആ ബാലൻ്റെ അടുത്താ, പിന്നെ ആരിനെതിരെയും എന്ന് പറയാം. അത് നമ്മുടെ മകളെ ബാധിക്കും. ആരിനെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ നോക്കുമെന്നാ എൻ്റെ ഇപ്പോഴത്തെ ഭയം എന്ന് അനന്തം പറയും. ഈശ്വര എന്ന് നന്ദിത അപ്പം നെഞ്ചത്ത് കൈവെക്കുക. ഞാൻ നിന്നെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല നന്ദിതേ, അതിനുള്ള സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത് എന്ന് അനന്തനപ്പ പറയാണ്. അതെ,
ഞാൻ ആലോചിക്കുന്നത് നമുക്ക് മിത്രയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോ എന്നാ. ആര്യനെയും മിത്രയും വിളിക്കാം. പക്ഷേ അന്നേ ഞാൻ പറഞ്ഞതല്ലേ, ആര്യനെ പോലെ നല്ലൊരാളെ മിത്രയ്ക്ക് കിട്ടിയത് ഭാഗ്യമാണെന്ന്. അനന്തൻ പറയും, അത് ശരിയാ, ആര്യനെ കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിക്കേ വേണ്ട, നമുക്ക് മിത്രയെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരാം എന്ന് നന്ദിത പറയാണ്. ഇനി ചിലപ്പം അവൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുവാണെങ്കിലോ? അച്യുതനും രാജശ്രീ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതല്ലേ ഇക്കാര്യം എന്ന് അനന്ത പറയാം. അനുശ്രീ ഇവിടുന്ന് പോയതിനു പകരമായിട്ട് മിത്രയെ കൂട്ടിക്കൊണ്ട് വരണമെന്നല്ലേ അവര് പറയുന്നത് എന്ന് ചോദിക്കുക. മിത്ര വന്നാൽ അവന്റെ ദേഷ്യവും കുറെ കുറയും. പക്ഷേ മിത്ര വരുവോ? അനന്തേട്ടൻ എന്താ തോന്നുന്നേ? അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളത്തെ കോടതിയിലെ വിധിയൊന്ന് വന്നോട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. അതിനുശേഷം നമുക്ക് അവളെ പോയിന്ന് കാണാം എന്ന് നന്ദിതയോട് അനന്തം പറയാണ്. അത് മതി അനന്തേട്ട എന്ന് നന്ദിതയും അപ്പം സമ്മതിക്കാണ് കേട്ടോ. ഇതേ സമയം ദേവിയാണെങ്കിൽ അവളുടെ മുറിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ കടയിൽ വന്നതും ഡ്രോ തുറക്കാൻ ശ്രമിച്ചതും ഒക്കെ ദേവിയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരിക. എന്തോ ഒരു കള്ളത്തരം അച്ഛനുണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്ത വരിക. ഇല്ലില്ല, അച്ഛനായിരിക്കില്ല, എനിക്ക് തോന്നിയതായിരിക്കും, അച്ഛൻ അങ്ങനെ ചെയ്യില്ല, അല്ലാതെ അച്ഛനെ സംശയിക്കാൻ മാത്രം ഞാനൊന്നും കണ്ടില്ലല്ലോ എന്ന് ദേവി വീണ്ടും ചിന്തിക്കുക. ഇതേ സമയം ആനന്ദും റൂമിലുണ്ട്. ആനന്ദ് ഫോണിൽ വീഡിയോ എടുത്ത് കാണുക. അതിൽ ഉദയഭാനു വരുന്നതും ഡ്രോ തുറക്കുന്നതും ഒക്കെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കാണുന്ന ആനന്ദിന് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയാണ് കേട്ടോ. അപ്പൊ ആനന്ദാണെങ്കിൽ ആകാംക്ഷയോട് കൂടിയ ആ വീഡിയോ നോക്കുന്നത്. അയാൾ കാശ് എടുക്കുന്നുണ്ടോ എന്നൊരു ചിന്ത ആനന്ദിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്ന് തന്നെ കള്ളനെ എനിക്ക് കയ്യോടെ പിടികൂടാം എന്ന് ആനന്ദ് മനസ്സിൽ ഉറപ്പിക്കുക. ഇതേ സമയം ദേവി വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പൊ ആനന്ദ് ആകാംക്ഷയോട് കൂടി ഫോണിൽ നോക്കുന്ന കാണുന്ന ദേവി ആനന്ദിനോട് ചോദിക്കും, ആനന്ദേട്ടൻ എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നതെന്ന് ചോദിക്കുക. അല്ല, നാളെ കോടതിയിലേക്ക് നമ്മളും പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. വേണ്ട എന്ന് പറയും. അതെന്താ? നമ്മളും കൂടി പോയാൽ അനുവിന് ഒരു ധൈര്യം ആവില്ലേ എന്ന് ചോദിക്കുക. എല്ലാവരോടും പോകേണ്ട കാര്യമില്ല, അച്ഛനും അമ്മയും അനുവിൻ്റെ കൂടെ പോകുന്നുണ്ടല്ലോ, അത് മതി എന്ന് ആനന്ദ് അപ്പം പറയണേ. ആനന്ദേട്ടാ, എന്താ, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കേസിന്റെ വിധി എന്തായിരിക്കും? ആനന്ദേട്ടൻ എന്താ തോന്നുന്നേ? നമ്മുടെ അനുമോൾക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെ ആയിരിക്കില്ലേ എന്ന് ചോദിക്കാം. ന്യായം ഞങ്ങളുടെ ഭാഗത്തല്ലേ, ഞങ്ങൾ തന്നെ ജയിക്കൂ എന്ന് പറയാം. നമ്മൾ ജയിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാം. ആര് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും തെളിവുകളൊക്കെ അനുമോൾക്ക് അനുകൂലമാ. ജയിക്കുന്നതേ അത് ഞങ്ങൾ തന്നെ ആയിരിക്കും. ആനന്ദേട്ടാ, എന്താ ദേവി എന്നപ്പോൾ ചോദിക്കുക. ആനന്ദേട്ടൻ മനഃപൂർവ്വം എന്നെ ഈ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന് ചോദിക്കുക. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുക. അല്ല, ഈ ഞങ്ങളെന്ന് ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി പറയുന്നത് പോലെ തോന്നി. അതാണോ എന്നപ്പോൾ ചോദിക്കുക. പൊതുവെ ഞാൻ പറയുമ്പോഴേ നമ്മള് അങ്ങനെയാണല്ലോ പറയുക, അതുകൊണ്ട് പെട്ടെന്ന് ആനന്ദേട്ടൻ ഞങ്ങളെന്ന് പറഞ്ഞപ്പം എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതോ മറ്റെന്തോ ആലോചിച്ചിരുന്നപ്പോഴേ അങ്ങനെ പറഞ്ഞു പോയതാ എന്ന് ആനന്ദ് അപ്പം പറയണേ. അല്ല, എനിക്ക് തന്നോട് എന്ത് ദേഷ്യം? ഒരു ദേഷ്യവും ഇല്ല. പാവം അനുമോള് എന്നപ്പോൾ ദേവി പറയാ. അവളൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയുമോ? എപ്പോഴും എന്തേലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ഇങ്ങനെ ചിന്തിച്ചിരിക്കും. ആരെല്ലാം ചെന്ന് വിളിക്കുമ്പം അവൾ ഈ ലോകത്തേക്ക് തന്നെ വരുന്നത്. ഈ കേസും വഴക്കും ഒക്കെ കഴിയുമ്പോഴെങ്കിലും ആ പഴയ അനുമോളെ നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ദേവി പറയാ. എല്ലാം ശരിയാകും, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, അനുക്കുട്ടി പഴയതുപോലെ തന്നെ ആവും. പഴയ ചിരിയും കളിയും ഒക്കെ അവൾക്ക് മടങ്ങി വരികയും ചെയ്യും. പിന്നെ ആനന്ദേട്ടാ, ഒരു കാര്യം പറയട്ടെ. എന്താ എന്നപ്പോൾ ആനന്ദ് ചോദിക്കുക. അത് ഇപ്പം ആനന്ദേട്ടൻ്റെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ആനന്ദൊന്നും മിണ്ടാതെ നിൽക്കുക. ആനന്ദേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വഴക്കു പറഞ്ഞാലോ, എന്നോട് ദേഷ്യപ്പെട്ടാലോ ആ വിഷമം കുറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. എനിക്കതിലൊന്നും ഒരു പരാതിയില്ല, എനിക്ക് സങ്കടവും ഇല്ല. ആനന്ദേട്ടന് സങ്കടമൊക്കെ തീർക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കാരണം ഇത്രയും നാളും ആനന്ദേട്ടൻ മനസ്സിൽ വിഷമം മാറ്റിയിരുന്നത് അങ്ങനെയൊക്കെ അല്ലേ എന്ന് ദേവി വീണ്ടും ആനന്ദനോട് പറയാം. എന്നെ വഴക്കു പറഞ്ഞും എന്നോട് ദേഷ്യം കാണിച്ചും എന്നെ കുറ്റം പറഞ്ഞും എന്നെ ഒറ്റപ്പെടുത്തിയും അങ്ങനെയൊക്കെയല്ലേ ആനന്ദേട്ടൻ്റെ ദേഷ്യം തീർത്തിരുന്നത്. ഇപ്പം ആനന്ദേട്ടൻ അങ്ങനെയൊന്നും ചെയ്യണില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാ ഇങ്ങനെ എനിക്കാകെ ഒരു എന്തോ പോലെ. അതാ
ആനന്ദേട്ടൻ ഒരു വിഷമം പോലെ, ആനന്ദേട്ടൻ എന്തെങ്കിലും സങ്കടമുണ്ട് എന്നോട് പറഞ്ഞോളൂ കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. മനസ്സിലുള്ളെങ്കിൽ ഇത്രയും വിഷമം ഉണ്ടായിട്ടും അത് പുറത്ത് കാണിക്കാതെ നടക്കുവാണല്ലേ ആനന്ദേട്ടൻ എന്ന് ചോദിക്കുക. അതുകൊണ്ട് മനസ്സിൽ ആശ്വാസം കിട്ടുവാണെങ്കിലേ എന്നെ വഴക്ക് പറഞ്ഞോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല ആനന്ദേട്ട. ആനന്ദേട്ടൻ്റെ മനസ്സിൽ വിഷമങ്ങൾ കിടക്കുന്നത് എനിക്ക് സങ്കടം. ഹോ, എന്തൊരു അഭിനയം! മുൻപ് നീ എൻ്റെ മനസ്സിൽ ഇത്രയൊരു സ്ഥാനം നേടിയെടുത്തത് ഇമ്മാതിരി ഓരോ ഡയലോഗുകൾ ഇറക്കിയിട്ടാണല്ലോ എൻ്റെ ദേവി. പണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കേട്ട പാടെ ഞാൻ വീണു പോയേനെ. എന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന വിശ്വസ്തയായ ഭാര്യ നീ എന്ന് ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ ഇപ്പം നീ പറയുന്ന ഓരോ വാക്കും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ ശരിക്കും ആ ഉദയഭാനുവിൻ്റെ മകള് തന്നെയാ. എങ്ങനെ നിനക്ക് ഇതുപോലെ അഭിനയിച്ച് നിൽക്കാൻ സാധിക്കുന്നു? എന്താ ആനന്ദേട്ട എന്ന് ദേവി വീണ്ടും വിളിക്കുക. എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത് ആനന്ദേട്ട എന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല, ദേവി കടന്നു എന്ന് ആനന്ദപ്പ പറയാം. ശരി എന്ന് പറഞ്ഞ് ദേവി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാം കള്ളത്തരം എത്രയും വേഗം ഞാൻ പൊളിച്ചടുക്കൂടി. ഇനി നിന്റെ അഭിനയത്തിൽ ഞാൻ വീടില്ല. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഈ ദേവമംഗലത്ത് ഇനി അധിക ദിവസം നീ ഉണ്ടാകത്തില്ലടി എന്ന് ആനന്ദ് മനസ്സിൽ പറയാ. ഇതേ സമയം രാവിലെ തന്നെ നമ്മുടെ ബാലൻ ക്ഷേത്രത്തിലൊക്കെ പോയി അനുമോൾക്ക് വേണ്ടി പൂജയും വഴിപാടും ഒക്കെ കഴിച്ചിട്ട് വരികയാണേ. ഇതേ സമയം ഇന്ദ്രാമയും ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ബാലനെ കാണാനായിട്ട് കാത്തു നിൽക്കുക. ആഹാ, അമ്മ രാവിലെ തന്നെ പോന്നോ ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെല്ലുക. അമ്മ ഇവിടെ എന്നെ കാത്തു നിന്നതാണോ എന്ന് ചോദിക്കുക. അതെ ബാല, നിന്നെ കാണാൻ വേണ്ടി നിന്നതാ. നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അമ്മ പറഞ്ഞോളൂ. കൃഷ്ണമംഗലത്തെ സമാധാനം ആകെ നഷ്ടപ്പെട്ടിരിക്കുക ബാല. അലോകിനെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയാം. അപ്പം അതൊന്നും ബാലൻ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ ഞങ്ങളുടെ സങ്കടം കരഞ്ഞു തീർക്കുന്നു, ഒരു സമാധാനവും ഇല്ല. അച്യുതനും അനന്തനും അവരുടെ ഉള്ളവും ആകെ നീറുന്നുണ്ട്. അലോകിനെ ഓർത്ത് പുറമെ ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരുടെ ഉള്ളു വെന്ത് നീറുക. കേസ് കോടതിയിലെത്തി. ഇനിയിപ്പം എന്താകുമെന്ന് അറിയില്ല. അവൻ്റെ വിധി എന്തായിരിക്കുമെന്ന് ആർക്കും അറിയില്ല എന്നും പറഞ്ഞ് ഇന്ദിരാമ്മ ബാലന്റെ മുന്നിൽ കരയുക. എല്ലാവരും ആ ഭയത്തിലാണ് കഴിയുന്നത്. അമ്മേ, ഇതിലിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ബാലനപ്പം ചോദിക്കുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിനക്ക് മാത്രാ ബാല, അതിനാ ഞാൻ വന്നത് എന്ന് ഇന്ദ്രമ്മ പറയാണ്. അലോകിനെ ഞാൻ ന്യായീകരിക്കുന്നതൊന്നുമല്ല. അവൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ, അത് ഞാനും അംഗീകരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കുന്ന തെറ്റ് വളരെ വലിയ തെറ്റാ. അതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ ഇത് ചോദിച്ചു പോവാ. എൻ്റെ കുടുംബം, എൻ്റെ പേരക്കുട്ടിയല്ലേ ബാല. എനിക്ക് അവനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? അവനെ അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിസ്സഹായായി പോവാ. എനിക്ക് വയസ്സായി. ഇനി എത്ര നാൾ ജീവിക്കുമെന്ന് പോലും അറിയില്ല. അല്ലമ്മേ എന്നപ്പം ബാലൻ പറയാ. എനിക്ക് 7 പേരക്കുട്ടികളുണ്ട്. അതിൽ പലരെയും ഒന്ന് ചേർത്ത് പിടിച്ച് കൊഞ്ചിക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ കൺമുന്നിൽ വളർന്ന് 2 പേരക്കുട്ടികളാ, മിത്രയും അതുപോലെ അലോകവും. അവരെ ഞാൻ വളർത്തിയതാ, എൻ്റെ മക്കളാ. അനുവിന് സംഭവിച്ചത് വളരെ വലിയ അനുനീതിയാണെന്ന് എനിക്കറിയാം ബാല. ഒരു പെൺകുട്ടിക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അതും എനിക്കറിയാം. ഞാനും ഒരു പെൺകുട്ടിയെ പ്രസവിച്ച അമ്മയാ, എനിക്കിതൊക്കെ മനസ്സിലാകും. പക്ഷേ അലോകിന് പകരം മറ്റാര് ഇത് ചെയ്തിരുന്നെങ്കിലും ഞാനിവിടെ വരില്ലായിരുന്നു. അലോകിനെ അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. അവൻ എൻ്റെ പേരക്കുട്ടി ആയതുകൊണ്ടാ. ഈ അമ്മയ്ക്ക് വേണ്ടി നീ ഒന്ന് സമ്മതിച്ചൂടെ ബാല? ആ കേസൊന്ന് പിൻവലിച്ചൂടെ? കോടതിയിൽ അവന് അനുകൂലമായിട്ട് ഒരു വാക്ക് പറഞ്ഞൂടെ അനുശ്രീയോട് ഒന്ന് പറയാവോ എന്ന് ചോദിക്കാം. അമ്മേ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അമ്മയ്ക്ക് എന്നെ അറിയാവുന്നതാ എന്ന് ബാലനപ്പം പറയാം. അമ്മയും പ്രതാപവർമ്മ സാറും സ്വന്തം മകനെ പോലെയാ എന്നെ വളർത്തിയത്. ആ നന്ദി കൊണ്ടാ ഇന്നും ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്നത് എന്ന് ബാലൻ അപ്പം ഇന്ദിരാമ്മയോട് പറയാം. അമ്മ എന്നോട് ആവശ്യപ്പെട്ട എനിക്ക് എതിർപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ ഇന്ദിരാമ്മയ്ക്ക് സന്തോഷം വരികയാണ്. പെട്ടെന്ന് ബാലൻ തിരിഞ്ഞു നിൽക്കാം. എന്നിട്ട് ഇന്ദിരാമ്മയോട് പറയും, പക്ഷേ അമ്മ ഇപ്പോൾ ഈ ആവശ്യപ്പെട്ട കാര്യം അതെനിക്ക് ഒന്നും ചെയ്താൽ പറ്റില്ലമ്മേ എന്ന് പറയാണ്. ഈ ഒരു കാര്യം അത് എനിക്ക് കഴിയില്ലമ്മേ. അമ്മ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മകളുടെ ജീവിതം വെച്ചാ അവൻ കളിച്ചത് എന്ന് പറയാം. അവൻ എന്നോടൊരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. എൻ്റെ അനുമോളുടെ മുഖം അമ്മ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുക. എന്ന് ബാലനും കരയുവാട്ടോ. എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടല്ലേ അമ്മ അവളെ കണ്ടിട്ടുള്ളൂ എന്ന് ചോദിക്കുക. എൻ്റെ അനുമോളൊന്ന് ചിരിച്ച് കണ്ടിട്ട് എത്ര ദിവസമായെന്ന്
അമ്മയ്ക്കറിയോ, എൻ്റെ കുടുംബത്തിന് തന്നെ വിളക്കായിരുന്നു എൻ്റെ അനുമോള്. എൻ്റെ മോളുടെ ചിരി എൻ്റെ വീടിൻ്റെ വെളിച്ചമായിരുന്നു. ആ ചിരി അണഞ്ഞുപോയി. ആ വിളക്ക ഇപ്പം പ്രകാശിക്കാതെ നിൽക്കുന്നത്. പെട്ടെന്നൊരു ദിവസം എൻ്റെ മുന്നിൽ ആ വിളക്ക് അണയിച്ചു കളഞ്ഞു. ഇപ്പം ഞാൻ ഇരുട്ടിലമ്മേ. ഞാൻ മാത്രമല്ല, ദേവമംഗലത്ത് എല്ലാവരും ഇരുട്ടത്താ ഇപ്പം ജീവിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയത് ആരാ അമ്മേ എന്ന് ചോദിക്കുക. കിളിക്കാമ്പിട്ടി പോലെ സംസാരിച്ചിരുന്ന കുട്ടി ആരോടെങ്കിലും ഒരു വാക്ക് മിണ്ടിയിട്ട് എത്ര ദിവസമായെന്നറിയോ? എപ്പോഴും എവിടെയെങ്കിലും ആലോചിച്ചിരിക്കും. അവളിപ്പോൾ സംസാരിക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങുന്നില്ല. എപ്പോഴും വേദനിച്ച് ചിന്തിച്ച് മൂടിക്കെട്ടിയിരിക്കും. ഓരോ ദിവസവും മനസ്സമാധാനം ഇല്ലാതെയാ എൻ്റെ മോള് ഇപ്പോൾ ജീവിക്കുന്നത്. ഇതൊക്കെ ശരിയാണെന്നാണോ അമ്മ പറയുന്നത്? ഞങ്ങൾക്കൊക്കെ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബാലൻ അനുവിൻ്റെ അവസ്ഥ ഇന്ദിരാമ്മയോട് പറയാണ് കേട്ടോ. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഇന്ദിരാമ്മയ്ക്ക് സങ്കടമുണ്ട്. എങ്കിലും അതിനെല്ലാം മുകളിൽ തന്നെയാണ് അലോകിനോടുള്ള ഇന്ദിരാമ്മയുടെ സ്നേഹം. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഒരച്ഛൻ എന്ന നിലയിൽ ഇതിലും വലിയൊരു നിസ്സഹായതാവസ്ഥ വേറെ ഉണ്ടോ? അമ്മേ, മിത്ര എൻ്റെ മരുമകളാ എന്ന് ബാലനപ്പം പറയണ്. അവളോട് എനിക്ക് എന്നും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. മകളായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എൻ്റെ മകളോട് അലോക് ചെയ്തത് തെറ്റ് തന്നെയാണമ്മേ. അത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ സാധിക്കില്ല. ആ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും, അതെൻ്റെ സ്വന്തം മകൻ തന്നെയാണെങ്കിലും ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ഇത് തന്നെയേ ചെയ്യത്തുള്ളൂ. എൻ്റെ അനുവിൻ്റെ ജീവിതം നശിപ്പിച്ചത് ആരാണെങ്കിലും അവരെ വെറുതെ വിടാൻ എനിക്ക് കഴിയില്ല. ഇവിടെ ഞാനൊരു അച്ഛനാമേ. എൻ്റെ മകളുടെ നീതി മാത്രമേ ഞാനിവിടെ നോക്കുകയുള്ളൂ. എൻ്റെ മകൾക്ക് നീതി ലഭിക്കണം. അതിന് ഏതറ്റം വരെയും ഞാൻ പോകും. അതാണമ്മേ എൻ്റെ കടമ. എൻ്റെ മകളുടെ നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മയെ ധിക്കരിക്കാനേ എനിക്ക് നിവർത്തിയുള്ളൂ എന്ന് ബാലൻ പറയാ. കോടതിയിൽ ഞാൻ സത്യം മാത്രമേ പറയൂ. അലോകിന് അനുകൂലമായി ഒരു വാക്ക് പോലും ഞാൻ പറയില്ല. എൻ്റെ മകൾക്ക് നീതി കിട്ടാൻ അവസാനം വരെ ഞാൻ കൂടെ നിൽക്കും അമ്മേ. എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ സാധിക്കുകയുള്ളൂ. അലോക് ചെയ്ത തെറ്റിന് നിയമം തീരുമാനിക്കുന്ന ശിക്ഷ അവനത് അനുഭവിക്കുക തന്നെ വേണം എന്ന് ബാലൻ പറയാ. അത് കേൾക്കുമ്പം ഇന്ദിരാമ്മയ്ക്കും എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. പെട്ടെന്ന് ക്ഷേത്രത്തിൽ പൂജ നടന്നതിന് മണി മുഴുങ്ങുവാണ് കേട്ടോ. അപ്പോൾ ബാലനും ഇന്ദിരാമ്മയും തൊഴുക. എന്നിട്ട് ബാലൻ ഇന്ദിരാമ്മയോട് യാത്ര പറഞ്ഞു പോകാനായിട്ട് തുടങ്ങുക. കൈകൂപ്പിയ ഇന്ദിരാമ്മയോടും സംസാരിക്കുന്നത്. അമ്മേ, നന്ദികേടായിട്ട് തോന്നരുത്. ഇത് അച്ഛൻ്റെ നീതി ഇതാണമ്മേ. ഒരു അച്ഛൻ്റെ കടമയാ ഞാനിവിടെ ചെയ്യുന്നത്. അല്ലാതെ അമ്മയുടെ വാക്കുകളെ ധിക്കരിക്കുകയല്ല. ആ കടമ എനിക്ക് നിറവേറ്റിയേ പറ്റൂ. എൻ്റെ മകളോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ബാലൻ അവിടുന്ന് പോവുക. അപ്പം ഇന്ദിരാമ്മ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അലോകിന് വേണ്ടി മനസ്സുരുകി ഇന്ദിരമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും